എവ്രിവൺ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഫാമിലിയായിട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ സന്ധ്രാശ്രീജിത്ത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് നമ്മുടെ പുരുകൾക്കൊക്കെ മിക്കവർക്കും കണ്ടുവരുന്നൊരു പ്രശ്നമാണ് തിന്നായിട്ട് വരുന്നൊരു പ്രോബ്ലം. അതായത് കട്ടി കുറഞ്ഞ് വരിക. അതുപോലെ തന്നെ ആൺകുട്ടികൾക്കാണെങ്കിലും മീശയ്ക്കും അതുപോലെ തന്നെ താടിക്കൊക്കെ കുറച്ച് തിക്നെസ് കുറഞ്ഞ് വരുന്നൊരു പ്രശ്നം ഇപ്പോൾ കൂടുതലായിട്ട് കണ്ടുവരുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഹോം റെമഡി യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് സമയമെടുക്കും, നാച്ചുറൽ ആയിട്ടുള്ള പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ. പക്ഷേ എന്തായാലും നമുക്ക് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഇത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് കുഞ്ഞുള്ളിയാണ് കേട്ടോ. അതായത് ചെറിയ ഉള്ളി. കുഞ്ഞുള്ളി എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന് ഒരു സൾഫറിൻ്റെ കണ്ടൻറ്റ് കൂടുതലുണ്ട് കുഞ്ഞുള്ളിക്കകത്ത്. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ഹെയറിൻ്റെ റീഗ്രോത്തിനെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യും. അതിൽ ഒരു കൊളാജൻ പ്രൊഡക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെയാണ് ആ ഒരു ആക്ടിവിറ്റി നടക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ കാസ്റ്റർ ഓയിലാണ്, അതായത് ആവണക്കെണ്ണ ഇതേപോലെ ഒരു തിക്ക് കൺസിസ്റ്റൻസി ഫോമിലായിരിക്കും അതും കാണപ്പെടുന്നത്. അപ്പം അത് യൂസ് ചെയ്യുന്നത് നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്കും നമ്മുടെ സ്കാൽപ്പിൽ ബ്ലഡ് സർക്കുലേഷൻ പ്രൊമോട്ട് ചെയ്ത് നമ്മുടെ ഹെയറിന് റീഗ്രോത്ത് ഉണ്ടാവുകയാണ്, അതായത് ഇൻക്രീസ് ഉണ്ടാവുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ആവണക്കെണ്ണ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ സെയിം കാര്യം തന്നെയാണ് വൈറ്റമിൻ ഇ ഗുളിക. വൈറ്റമിൻ ഇ ഗുളികയ്ക്ക് ഒരു നാച്ചുറലായിട്ട് ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് തന്നെ അത് നമുക്ക് എപ്പോഴും ഹെയർ ഗ്രോത്തിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കും. അത് നമ്മൾ പല കാര്യങ്ങൾക്കും യൂസ് ചെയ്യുന്നതാണ് വൈറ്റമിൻ ഗുളിക. ഫേസിൽ അപ്ലൈ ചെയ്യാനും ഹെയർസിൽ അപ്ലൈ ചെയ്യാനാണെങ്കിൽ ഒത്തിരി അത് നമ്മുടെ എപ്പോഴും സ്കിന്നിനെ മോയ്സ്ചറൈസ്ഡ് ആയിട്ട് വെക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഞാനിവിടെ 3 കുഞ്ഞുള്ളിയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ നീരാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് തലയിലും കൂടെ അപ്ലൈ ചെയ്യാനുള്ളതാണ് വേണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ഉള്ളി എടുക്കുക കേട്ടോ. അതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സിയിലിട്ട് അടിച്ച് അതിൻ്റെ നീരെടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് കുറച്ച് നാളത്തേക്ക് സ്റ്റോർ ചെയ്ത് എവിടെയെങ്കിലും വെക്കണം എന്നുണ്ടെങ്കിൽ ഇത് ഇപ്പോൾ ചതച്ചെടുത്തേക്കണം നമുക്ക് ആവണക്കെണ്ണയിലിട്ട് നല്ല പോലെ തിളപ്പിച്ചെടുക്കുക. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ചൊരു ഫെനുഗ്രീക്ക്, അതായത് ഉലുവ പൊടിച്ച് ചേർത്തിട്ട് അതും കൂടെ ഇട്ടിട്ട് തിളപ്പിച്ചെടുക്കുകയാണെങ്കിൽ അതിനായിട്ടൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നർ നമുക്ക് റെഫ്രിജറേറ്ററിൽ എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വയ്ക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര കാലം വേണമെങ്കിലും അത് ഒരു കേടും കൂടാണ്ട് ഇരുന്നോളും. ഇപ്പം ഞാനിവിടെ ജസ്റ്റ് നമുക്ക് ഇപ്പോഴത്തേക്കുള്ള യൂസേജിന് വേണ്ടിയിട്ട് മാത്രം എടുത്തിരിക്കുന്നതാണ്. കുറച്ച് മാത്രം മതിയാവും നമുക്ക്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് അധികം വേണ്ട 2-3 ഡ്രോപ്സ് ആവണക്കെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം നല്ല പോലെ ഒന്ന് ഇളക്കുക. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഉലുവ പൊടിച്ച് ചേർക്കാം. അപ്പോൾ ഒരു സ്ക്രബായിട്ട് അത് ആക്ട് ചെയ്യും. ഇപ്പോൾ എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ അവിടുത്തെ ഫോളിക്കിൾസ് ഒക്കെ അടഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ ഈ ഉലുവ ഇട്ടുകൊണ്ട് തന്നെ ആ ഭാഗത്ത് നമ്മൾ മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ ആ ഫോളിക്കിൾസ് ഒക്കെ ഓപ്പൺ ആകാനും നമ്മുടെ സ്കിന്നിനെ ഒന്ന് എക്സ്പോളേറ്റ് ചെയ്യാനും അത് സഹായിക്കും. അപ്പോൾ ഓപ്ഷനാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് ഇടാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഞാനിവിടെ ഇട്ടിട്ടില്ല അത്. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ അകത്തിട്ട് ഒരു ഗുളിക, അതായത് വൈറ്റമിൻ ഗുളിക പൊട്ടിച്ചൊഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ അധികം വേണ്ട, നിങ്ങൾക്ക് 1-2 മാക്സിമം അത്രയും മാത്രം മതിയാവും. അപ്പോൾ അത് പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് എവിടെയാണോ അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ജസ്റ്റ് ഒന്ന് നമ്മുടെ ഫിംഗർ തന്നെ ഉപയോഗിച്ച് ജസ്റ്റ് അവിടെ ഒന്ന് പ്ലേസ് ചെയ്തിട്ട് നല്ല പോലെ ഒരു റിവേഴ്സ് മോഷനിൽ അതുപോലെ തന്നെ സർക്കുലർ മോഷനിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് പുരുകത്തേലാണ് അപ്ലൈ ചെയ്യേണ്ടതെങ്കിൽ പുരുകത്തേൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്തിട്ട് റിവേഴ്സ് മോഷനിൽ അപ്ലൈ ചെയ്യുക. ഓക്കെ, മസാജ് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മുടെ പുരുകത്തിൽ 2 ഡയറക്ഷനിലാണ് ഹെയർ ഗ്രോ ഉണ്ടാവുന്നത്. അതായത് മേളിൽ നിന്നും താഴ്ത്തിട്ടും അതുപോലെ തന്നെ താഴ്ത്തുള്ള ഹെയർസ് അപ്വേർഡ് ഡയറക്ഷനിലായിരിക്കും ഗ്രോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെയൊക്കെ ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നം കൊണ്ട്, അതായത് എന്തെങ്കിലും കാരണം കൊണ്ട് അവിടുത്തെ ഹെയർ ഗ്രോ തടസ്സപ്പെട്ട്, അതായത് ഫോളിക്കിൾസ് ഒക്കെ അടഞ്ഞിട്ട് എന്തെങ്കിലും അടഞ്ഞിരിക്കുകയാണെങ്കിൽ അപ്പോൾ അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് നല്ലൊരു മസാജ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും റിവേഴ്സ് മോഷനിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ ഹെയർ ഗ്രോത്ത് പെട്ടെന്ന് തന്നെ റാപ്പിഡ്ലി മാറ്റം ഉണ്ടാവും കേട്ടോ. അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾ ആൺകുട്ടികൾ തടിമേലൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിലും എപ്പോഴും സർക്കുലർ മോഷനിൽ അപ്ലൈ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ അവിടെ ബ്ലഡ് സർക്കുലേഷൻ കൂടി അവിടെ ഹെയർ ഗ്രോത്ത് ഉണ്ടാവാൻ, അതിന് ഹെയർ ഗ്രോത്തിന് റീഗ്രോത്തിന് പ്രൊമോട്ട് ചെയ്യാനായിട്ട് അത് വളരെ നല്ലതാണ്. പിന്നെ ഒട്ടുമിക്ക ആൾക്കാർക്കും ചോദിക്കാവുന്ന ഒരു ഡൗട്ടാണ്, ഉള്ളിനീര് നോക്കുമ്പോൾ നമ്മുടെ കണ്ണെരിയില്ലെന്ന്. കണ്ണെരിയില്ല. കാരണം നമ്മൾ ഉള്ളിനീര് എടുത്തത്, അതായത് അടിച്ചു വെച്ച ശേഷം നമ്മൾ ഉള്ളിനീര് എടുത്തിട്ട് കുറച്ച് നേരം പുറത്ത് തന്നെ വെച്ചേക്കുക. സോ ദാറ്റ് അതിന് ശേഷം നമുക്കത് ഈസി ആയിട്ട് കൺപീലിയിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് കൺപീലിക്കൊക്കെ നല്ല തിക്ക് വേണം ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് കൺപീലിയിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരു കുഴപ്പമില്ല, പേടിക്കേണ്ട ഒരാവശ്യമില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് അപ്ലൈ ചെയ്യാം. കണ്ണ് നീറൊന്നുമില്ല കേട്ടോ. നല്ല പോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം. എന്താ വെച്ചാൽ വളരെ ജെൻറ്റിലായിട്ട് വേണം അപ്ലൈ
മസാജ് ചെയ്യാനായിട്ട്. ഇപ്പോൾ നമ്മൾ രാത്രിയിൽ ഇത് അപ്ലൈ ചെയ്തിട്ട് കിടക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇനിയിപ്പോൾ അതൊന്നും പറ്റില്ലാത്തവരാണെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് കുളിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ ഇത് ചെയ്തിട്ട് കഴുകി കളയാം കേട്ടോ. ദൈവട്ടും കുറേ നേരമായിട്ട് എൻ്റെ അടുത്ത് കിടന്ന് ഭയങ്കരമായിട്ടും ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കിയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒന്ന് മടിക്കേറ്റിരുത്തിയത്. നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാനാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ജെൻറ്റിലായിട്ട് വേണം അപ്ലൈ ചെയ്യാൻ. ഇപ്പോൾ ഭയങ്കര ഹാർഷായിട്ടൊന്നും അപ്ലൈ ചെയ്ത്, അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയൊരു പ്രോസസ്സല്ല ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ എൻ്റെ അടുത്ത് ചോദിക്കുക. പിന്നെ ഈ വീഡിയോയുടെ എന്തെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫാമിലിക്കും അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ആദ്യമായിട്ട് തന്നെ കാണുന്നതെങ്കിൽ ഫാമിലി മെമ്പറാണ് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടി തന്നെ ഒരു ചെറിയ ബെൽ ബട്ടൺ വരും, അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് എങ്കിലും ഞാൻ ഇനിയും വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് മിസ് ചെയ്യാൻ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.